ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ലണ്ടനിലെ നമ്മുടെ അടുത്ത വ്ളോഗാണ്. ലണ്ടനിലെ വ്ളോഗ് നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ഫോൺ എടുത്തതിന് ആൾക്കാർ അടിച്ചെടുത്തുകൊണ്ട് പോകണം. കാരണം അതിന് ആ റിസ്ക് നമ്മൾ എടുത്തില്ല. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്റ്റോൺ ഹെഞ്ച് കാണാനായിട്ട് വന്നേക്കാണ്. സോ അത് ലണ്ടനിൽ നിന്ന് ഒരു 2 hour ഡ്രൈവാണ്. പക്ഷേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ കയറും. പക്ഷേ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടി 2.5 hours കൊണ്ടാണ് നമ്മളിവിടെ എത്തിയത് ലണ്ടനിൽ നിന്ന്. സോ ഇതിന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഒരു £22 ആണ് വരിക ഒരാൾക്ക്. പിന്നെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഓഫറുണ്ട്. സോ അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങളൊരു 3 hours എടുത്തത്. റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ 3 hours എടുത്തത്. എന്തോരം കണ്ടിട്ട് ടൈം എടുക്കുന്ന അറിയില്ല. അതുകൊണ്ട് സോ 3 hours £3 വരുന്നുള്ളൂ. അതുകൊണ്ട് പാർക്കിങ് വലിയ ഇഷ്യൂ ഇല്ല. ഇവിടെ പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഗാലറി പോലെ ഉണ്ട്. ആ ഗാലറിയും കണ്ട് നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വോക്കിങ്ങിനുള്ളൊരു ഓപ്ഷനുണ്ട്, അല്ലാണ്ട് ഷട്ടിലിനുള്ള ഓപ്ഷനുണ്ട്. ഷട്ടിൽ നമുക്ക് ഈ ടിക്കറ്റിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. സോ അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. For 500 years, Stonehenge was a circular enclosure. ഓ 250 kilometer പോയിട്ടാണ് ബ്ലൂ സ്റ്റോൺ ഇങ്ങനെയാണിപ്പോൾ സാധനം ഉണ്ടാക്കിയത്. ഓ ഞാനാദ്യം വിചാരിച്ചത് അതേ സാധനം തന്നെ ഉണ്ടായതാണ്.
ഞാൻ പഠിച്ചത് എങ്ങനെ ഈ 7 വണ്ടറിൽ തന്നെ. അപ്പം ഞാൻ ഓർത്ത തന്നെ ഉണ്ടായിട്ടാണ് 7 വണ്ടറിൽ. ഇതങ്ങനെയൊന്നുമല്ല ഗൈസ്. ഇങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. 4000 BC ഡൊമസ്റ്റിക് പ്ലാൻസ് വന്ന് 3500 BC ടെമ്പിൾ. ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് വന്ന് കണ്ടിട്ട് പറഞ്ഞു തരാന്ന് തോന്നാണല്ലേ. ഗോഡ് നോസ് വാട്ട് ദെയർ യൂസ് വാസ്. എന്ത് കാര്യത്തിനാണ്? No one knows who they were or what they were doing. ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെല്ലാം സ്റ്റോൺ ടച്ച് ചെയ്താൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് സാഴ്സനും ഒന്ന് ബ്ലൂ സ്റ്റോണുമാണ്. ഇത് ഇവിടെ സ്റ്റോൺ ഹെഞ്ച് ഉണ്ടാക്കിയ ആൾക്കാരുടെ വീടാണ്. ആ, അവര് ഇവിടെ താമസിച്ചിട്ടുണ്ടാക്കി. ഇതല്ലേ ഇത്? ആ, ഈ കാണാണ് വീടുകൾ. പ്രോബബ്ലി ലീവ്ഡ് ആണ് ഇതുപോലത്തെ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാലോ. അയ്യോ, ഇതിലൊന്നും ഇല്ല. ഇവിടെയാണ് അവർ കടന്നുകൊണ്ടിരുന്നത്. എസ്കിവിടി മറുക്
വേദി ആയിട്ടുണ്ടായി വെച്ചത് നടുവേനൊന്നും എടുക്കൂല. അതിന്റെ പൊന്നത് എന്താണ്? 30 മിനിറ്റ് നമ്മൾ സ്കിപ്പ് ചെയ്ത് ഷട്ടിൽ എടുത്തിരിക്കുന്നു. കുറെ സ്കൂൾ പിള്ളേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് എന്തിനാ അവരിങ്ങനെ കൊണ്ടുപോയി പണിത് വെച്ച്? ഒരു 30 മിനിറ്റ് നടക്കാണ്ടെന്ന് പറഞ്ഞാലും 1 മണിക്കൂർ എടുക്കും നമ്മൾ നടന്നു വരും. ഇവിടെ നമുക്ക് കുറേ ആടുകളൊക്കെ കാണാം. കണ്ടുകഴിഞ്ഞാൽ പൂ പോലെയല്ലേ നമ്മൾ ഈ വീഡിയോയിലൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ പൂ. ശരിക്കും ആടാണ്. നമ്മൾ ഇനി അടുത്തത് എങ്ങനെയാണ് സ്റ്റോൺ ഹെഞ്ച് ബിൽഡ് ചെയ്തല്ലേ? എന്തുകൊണ്ടാണ് എന്താണ് സ്റ്റോൺ ഹെഞ്ച് എന്നല്ല, സ്റ്റോൺ ഹെഞ്ച് എന്തിന് ഇവിടെ ബിൽഡ് ചെയ്ത്, എന്ത് കാര്യത്തിനാണ് അവർ ബിൽഡ് ചെയ്തത് എന്ന് അതിന്റെ പർപ്പസ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായി നമ്മുടെ എക്സ്പ്ലെയിനർ. അതിന് പർപ്പസ് ഒന്നുമില്ല, അതിന് പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ചു എന്തിനാണ് ഈ സാധനം, വെറുതെ ഒരു സാധനം ഇവിടെ കൊണ്ടുവച്ചത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, പറ. BC 3000 ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നപ്പോ അവിടെ ഒരു സിംഗിൾ സ്റ്റോൺ ഇപ്പൊ ഉണ്ടായില്ല, അതിന്റെ പേര് ഹീൽ സ്റ്റോൺ. അവിടെ ഒരു ഹീൽ സ്റ്റോൺ കണ്ടു. അപ്പോൾ അവര് വിചാരിച്ചു എന്തെങ്കിലും ഇവിടെ പണിയാം, എന്താന്ന് ഇപ്പോഴും അറിയില്ല. അവരെന്നിട്ട് ഇവിടെ വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അറൗണ്ട് 280 കിലോമീറ്റേഴ്സ് ഉള്ള സൗത്ത് വെയിൽസിൽ പോയിട്ട് അവിടെ നിന്നുള്ള ബ്ലൂ സ്റ്റോൺ എടുത്തിട്ടാണ് ഇവിടെ കൊണ്ടുപോയത് പണിത്. ഇവിടെ 2 കല്ല് വെച്ചിട്ടാണ് പണിതേക്കണം, ബ്ലൂ സ്റ്റോണും സാർസൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണും. അവിടുന്ന് ചുമന്ന് കൊണ്ട് ഇവിടെ വച്ച് ഇതൊക്കെ പണിത് കെട്ടി. അത് കഴിഞ്ഞപ്പോൾ കുറേ നാള് അത് പണിത ആൾക്കാർ ആരോ എന്തോ ഒന്നും അറിയില്ല ആർക്കും.
17th സെഞ്ച്വറിയിൽ ഈ പ്രോപ്പർട്ടി ഇപ്പോൾ കറൻ്റിലുള്ള പ്രോപ്പർട്ടിയുടെ ഓണർ ആ സമയത്ത് അങ്ങനെ പ്രോപ്പർട്ടി വാങ്ങി തോന്നും. അപ്പോൾ പുള്ളി ഇത് ഫൗണ്ട് ഔട്ട് ചെയ്യുകയും എന്നിട്ട് ഇത് മൊത്തം കൊളാപ്സായി കിടക്കുക. പുള്ളി റീബിൽഡാക്കി. അത് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് ആ സ്റ്റോണിൽ ഓരോന്ന് അവരുടെ പേരൊക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് വെച്ച് അവിടെ മൊത്തം വൃത്തികേടാക്കി കൊള്ളിലാണ്ടൊക്കെ ആക്കി വെച്ചപ്പോഴേക്കും പുള്ളി പ്രോപ്പർട്ടി ക്ലോസ് ചെയ്തിട്ട് 1901 ഇത് വിസിറ്റേഴ്സ് ടിക്കറ്റ് വെച്ചിട്ട് വിസിറ്റേഴ്സിന് വിസിറ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലാക്കി കൊടുത്തു. അതിന് മുന്നേ ഈ ലാൻഡ് എങ്ങനെയായിരുന്നു കടന്നുകൊണ്ടിരുന്നത്? തരിശുഭൂമി. ഇവിടെ ആൾക്കാരെ പണ്ട് കുഴിച്ചിട്ടുകൊണ്ടിരുന്ന സ്ഥലമാണ്. അത് വരട്ടെ, അത് വന്നോളൂ. ഓക്കെ, സോറി എക്സ്പ്ലെയിൻ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ചരിത്രമൊക്കെ തപ്പി അന്വേഷിച്ചെടുത്തപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്ന വായിച്ചിട്ട് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ സ്റ്റോൺ ഈ കെട്ടിപ്പൊക്കി വെച്ചിരുന്ന സ്റ്റോൺ ഉണ്ടാക്കിയപ്പോഴല്ല സ്റ്റോൺ ഉണ്ടാക്കണേക്ക് മുന്നേ ഈ ലാൻഡ് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഹീൽ സ്റ്റോൺ ഒക്കെ കണ്ടിട്ട് സ്റ്റോൺ ഉണ്ടാക്കിയപ്പോൾ അത് അതിന് ആ ബിൽഡാക്കാനായിട്ട് അതിന് ചുറ്റും ഹോൾസ് പോലെ ഡിഗ് ചെയ്തപ്പോൾ അവിടുന്ന് ഹ്യൂമൻ റിമെയിൻസും ആനിമൽസിൻ്റെ റിമെയിൻസൊക്കെ ഫൗണ്ട് ഔട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായി ഇതെന്തോ റിച്വൽസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർ അവിടെ തന്നെ വെച്ചിട്ട് അതിൻ്റെ ബേസായിട്ട് ഇപ്പോൾ കണ്ട സ്റ്റോൺ ബിൽഡാക്കിയതിൻ്റെ ബേസായിട്ട് ആ ബോൺസ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതെ, അതിൽ നിന്ന് കണ്ടുകിട്ടിയ ഒരു സ്കെൽട്ടണാണ് ഇവിടെ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കണ്ടത് തല പോലെ ഒരു സാധനം അയാളുടെ സ്കെൽട്ടണായിരുന്നു. അപ്പൊ അതാണ് സ്റ്റോൺ. പക്ഷേ അതിപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് നടക്കണം. എനിക്ക് തോന്നുന്നത് എന്തോ പ്രാന്ത് ആർക്കോ സമയം പോകാനായിട്ട് കണ്ടുപിടിച്ച പക്ഷെ ആക്ച്വലി ആ ബ്ലൂ സ്റ്റോൺ ഇവിടെ അവൈലബിൾ ആണെന്നാണ് ഇതിനകത്ത് പറയണേ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അവർ 280 കിലോമീറ്റേഴ്സ് പോയി എന്നിട്ടെന്ന് ആർക്കും അറിയില്ല. ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. ഇവിടെയും കടകൾ, എല്ലായിടത്തും കടകൾ. 3D സാധനം. പണ്ടത്തെ സ്കെയിൽ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമ്മളൊന്നും എടുക്കുന്നില്ല. കല്ലിന്ന് അടർത്തിയെടുത്ത് വെട്ടി ഉണ്ടാക്കിയതാ. ഇത് ഒറിജിനൽ കല്ല് നോക്കൂ. ആ കല്ലിന്ന് മുറിച്ച് കട്ട് ചെയ്ത് റോക്സ്. ഓക്കെ, സോറി, റോക്സ്. ഇവരോ വിദ്യാഭ്യാസമില്ല. വേണ്ട. ഇതാണ് ബക്കിംഗ്ഹാം പാലസ് എന്ന് തോന്നുന്നു. കൊള്ളാലേ, വെറൈറ്റി. ഇതാണ് ബക്കിംഗ്ഹാം പാലസ് തോന്നുന്നു. ഇത് ബിഗ് ബെൻ ഇന്നലെ കണ്ടില്ലേ ചന്ദ്ര മറ്റേ നമ്പർ. അതാണ് ബക്കിംഗ്ഹാം പാലസ് എന്ന് പറയുന്നത്. ഉറപ്പിക്കും. ഇതാണ് ടവർ. കളഞ്ഞ് സാധനം നശിപ്പിച്ച് പൈസ.
എല്ലാ കളറുകളും പണ്ടത്തെ കളർ പേനൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് സ്റ്റോൺ ഹെഞ്ചിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. സ്റ്റോൺ ഹെഞ്ച് കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Say hi. ക്യാമറ അടിക്കണം. അതെന്തുവാ? ക്യാമറയിൽ പൊത്തണം. അപ്പൊ